നിങ്ങൾ ചരമപ്രസംഗം കേട്ടിട്ടുണ്ടോ? അതിൽ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയുടെ ഗുണങ്ങളും കഴിവുകളും അവർ ജീവിതത്തിൽ ചെയ്ത നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കാറുണ്ട്. സത്യത്തിൽ ഈ നല്ല വാക്കുകളൊക്കെ കേൾക്കുവാനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ആരായിരുന്നിരിക്കാം? മരിച്ചു കിടക്കുന്ന ഈ വ്യക്തി തന്നെ ആയിരുന്നിരിക്കാം, അല്ലേ? ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്ത നന്ദി വാക്കുകളും അഭിനന്ദനങ്ങളും നല്ല വാക്കുകളുമൊക്കെ മരിച്ചതിന് ശേഷം ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുമ്പോൾ അവരിത് എങ്ങനെ കേൾക്കും എന്ന് നമ്മിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനായി നാം ആവശ്യത്തിലധികം സമയം ചിലവഴിക്കാറുണ്ട്, അല്ലേ? എന്നാൽ അവർ ചെയ്ത ഒരു നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, ഒരു നല്ല വാക്ക് പറയാനോ അവർക്കൊരു അഭിനന്ദനം പറയാനോ വേണ്ടി നമ്മിൽ എത്ര പേർ അവരെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്? മറ്റുള്ളവർ എന്ന് ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവർ ദൈനംദിന ജീവിതത്തിൽ അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ നന്ദി പറയാനും അവർക്ക് അഭിനന്ദനം നൽകാനും നല്ല വാക്ക് പറയാനും അതോടൊപ്പം പ്രചോദനം നൽകുവാനും സാധിക്കും. ഉദാഹരണത്തിന്, നന്നായി ഒന്ന് ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ സാധിക്കും, കൊള്ളാലോ, നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്, ചേരുന്നുണ്ട് നന്നായിട്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ കഴിയും, എന്താണ്, കൊള്ളാലോ, നല്ല വെറൈറ്റി ആയിട്ടിരിക്കുന്നു, അസാധ്യ ടേസ്റ്റ് കേട്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു പരിപാടി വീട്ടിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, കൊള്ളാം, വളരെയധികം ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ പരിപാടി അതിഗംഭീരമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ദീർഘദൂരം ഒരു ഡ്രൈവിന് ശേഷം നമ്മൾ വരുമ്പോൾ ആ ഡ്രൈവ് ചെയ്ത വ്യക്തിയോട് നമുക്ക് പറയാം, നീ വളരെ നന്നായി ഡ്രൈവ് ചെയ്തു, നീ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ യാതൊരു ആപത്തും കൂടാതെ സുരക്ഷിതരായി ഇവിടെ എത്തിയത്. നമ്മളോട് ഒരാൾ വന്നൊരു നല്ല വാക്ക് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സന്തോഷമാകും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ചെന്ന് മറ്റൊരാളോട് ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷമാകും, അല്ലേ? അപ്പോൾ പരസ്പരം കോംപ്ലിമെൻറ്റുകൾ ചെയ്യുവാൻ മറക്കരുത്, അതിൽ മടിയും കാണിക്കരുത്.